أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്ത് സംസാരിച്ച വിഷയം അള്ളാഹുവിൻ്റെ വിശാലമായ നമ്മളിൽ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ആ അനുഗ്രഹങ്ങൾ ആദ്യമായി അടിമകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കൽ അവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായ അനുഗ്രഹങ്ങൾ അതിന് തക്കതായ നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ളതായ ആ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുള്ളതായ നന്ദി പ്രകടനം അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നതായ അനുഗ്രഹത്തിന് നമ്മളിൽ ഉണ്ടായിരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓതിയ ആയത്തിൽ അള്ളാഹു പറഞ്ഞതിൽ ഇൻ ശകർത്തും അസീദന്നക്കും, അള്ളാഹുവിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായ അനുഗ്രഹങ്ങളെ ഞാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, അഥവാ നിങ്ങൾ നന്ദികേട് കാട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ കുറക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് എൻ്റെ ശിക്ഷ ഭയാനകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അള്ളാഹു സമാപിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്മാരും ഓരോ വ്യക്തികളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായ പൊതുവെ ചെയ്യുന്ന അനുഗ്രഹമാവട്ടെ വ്യക്തിപരമായി ചെയ്യുന്ന അനുഗ്രഹങ്ങളാവട്ടെ, ആ അനുഗ്രഹങ്ങൾക്കെല്ലാം ഓരോ വ്യക്തികളും അവന്റെ കഴിവിന്റെ പരമാവധി അവൻ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേ അമലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ വ്യക്തി അവൻ ചെയ്യേണ്ടതായ ബാധ്യത നിർവഹിച്ച ആളായി മാറുന്നു. അങ്ങനെ വ്യക്തികൾ ആ സകലം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ മുജ്തമ, ആ സകലം, ആ സമൂഹം, ആ സകലം അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീത കണ്ണുകൊണ്ട് അവരെ ദർശിക്കുന്നതും നോക്കുന്നതും അവർക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നതുമാണ് എന്ന അർത്ഥം. അതെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശാലമായ അതാ അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ അവന്റെ ഭാഗത്തു നിന്നുള്ള മന്നാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. അവനെ ആരും നിർബന്ധിപ്പിക്കുന്നില്ല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടാനുസരണം അവൻ സൃഷ്ടികൾക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ അനുഗ്രഹം, ആ അനുഗ്രഹത്തെ നാം ശരിക്കും മനസ്സിലാക്കി അതിന്റെ വില മനസ്സിലാക്കി നാം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നത് സൃഷ്ടികളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് ഇമാമ് തുടക്കത്തിൽ തന്നെ ഊന്നിപ്പറയുകയുണ്ടായി. പിന്നെ ആ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായ അനുഗ്രഹങ്ങളിൽ വിശാലമായ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ് നാം മുസ്ലിങ്ങളാവുക എന്നത്. നമുക്ക് അള്ളാഹു ഇസ്ലാമിലേക്കുള്ള ഹിദായത്ത് നൽകി, മുസ്ലിങ്ങളാകാനുള്ളതായ ചാൻസ് നൽകി. ആ ഹിദായത്ത് അത് സൃഷ്ടികൾ നിന്നിട്ട് ചിലർക്ക് മാത്രമേ അവൻ നൽകാറുള്ളൂ. ആ ഹിദായത്ത് അത് ഏറ്റവും വലിയ നിഅമത്തുകളാണ്. നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്താണ്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഖന്തഖ് പോർക്കളത്തിൽ വെച്ചിട്ട് വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന എന്ന് സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം പറഞ്ഞതായ വാക്കിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കിയിട്ടില്ലെങ്കിൽ നാം ഈ സന്മാർഗത്തിലേക്ക് എത്തുകയില്ല. അള്ളാഹുവാണ് നമ്മെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്. അതുകൊണ്ട് ആ ഹിദായത്ത് നേടിയെടുക്കാനുള്ള ചാൻസ് കിട്ടിയവര് ആദ്യമായി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്രകാരം തന്നെ ആ ഹിദായത്തിന് പകരമായി നാം ഏത് സമയത്തും ആ ഹിദായത്ത് ചെയ്തതായ ഹിദായത്തിലേക്ക് നമ്മെ നയിച്ചതായ റബ്ബിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. അത് അമൽ സാലിഹാത്തിലൂടെയാണ് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടത് എന്ന് സാധാരണ നാം ഊന്നിപ്പറയാറുള്ളതായ ഭാഗമാണ്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായ ആ നിഅമത്തുകൾ ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നബിമാരെ ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങി വെച്ചതായ ഓരോ നബിമാരും ഇവിടെ വരുമ്പോഴെല്ലാം അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്തിലേക്ക് എത്തിച്ചെല്ലാൻ വേണ്ടിയുള്ളതായ എല്ലാ മാധ്യമങ്ങൾ ആ നബിമാരിലൂടെ ഉണ്ടാക്കി കൊടുത്തു. അതിൽപ്പെട്ടതാണ് ആ നബിമാരിലൂടെ പലരിലൂടെയും ഗ്രന്ഥങ്ങൾ ഇറക്കി, പലരുടെയും പരലോക മോക്ഷം നേടാനുള്ളതായ മാധ്യമങ്ങളും വഴികളും പറഞ്ഞു കൊടുത്തു. ആ രൂപത്തിൽ ഉമ്മകളെയെല്ലാം
തെളിവ് അവർക്ക് നിരത്തി വെക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ ഇഖാമത്തുൽ ഹുജ്ജ എന്ന് നാം പറയാറുള്ള അറബി ഭാഷയിൽ ആ തെളിവ് അവരുടെ മുമ്പിൽ നിരത്തി വെക്കാൻ വേണ്ടി അവർക്ക് പരലോകത്തിലേക്ക് തികഞ്ഞാൽ ഞങ്ങൾക്ക് സത്യം മനസ്സിലാക്കി തരാൻ ആരും വന്നിരുന്നില്ല, ഞങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാനുള്ളതായ ഒരു പഴുതും അവിടെ ഷിട്ടികൾക്ക് ശേഷിപ്പിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴെല്ലാം ആ നബിമാരിലൂടെയെല്ലാം ആ കാലഘട്ടത്തിലുള്ളതായ ഉമ്മത്തുകൾക്ക് സന്മാർഗമേത്, ദുർമാർഗമേത്, സത്യവഴിയേത്, സത്യപാന്താവിയേത് എന്ന് പറഞ്ഞു കൊടുത്തേകൊണ്ടേ ഇരിക്കുന്നതായ നബിമാരും അവരുടെ കൂടെയുള്ളതായ സാലിഹ്യങ്ങളും അവരുടെ കൂടെയുള്ളതായ ദായികളും അവരുടെ കൂടെയുള്ളതായ മുസ്ലിഹീങ്ങളും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു ഓരോ കാലഘട്ടത്തിലായിട്ട്. ഈ ഭൂമിയുടെ ഇസ്തിഖ്ലാഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിലൂടെ നമ്മുടെ തലയിൽ ഏൽപ്പിച്ചു. അതിന്റെ നേതൃത്വവും അതിന്റെ തമീറും നമ്മുടെ കയ്യിലേക്കാക്കി മാറ്റി. നമുക്ക് മുമ്പ് മറ്റുള്ള വിഭാഗത്തിൽ അഥവാ ജിന്ന് വർഗങ്ങളിലായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്തിഖ്ലാഫ് നൽകിയിരിക്കവേ ആ ബാധ്യത നിർവഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ചുമതലയാണ് എന്നത് ശക്തികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ബഹുമാനിച്ചു, ആദരിച്ചു എന്ന് അള്ളാഹു മൊത്തത്തിൽ മനുഷ്യരാശിയെ ആദരിച്ച ഭാഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നാം അഥവാ മുഹമ്മദിന്റെ ഉമ്മത്തിന്റെ കാലഘട്ടം എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുഹമ്മദിനെ പ്രത്യേകം ബഹുമാനിച്ചു, പ്രത്യേകം ആദരിച്ചു, പ്രത്യേകം അവന്റെ നിഅമത്താകുന്ന ആ വിശാലമായ ആ പരിശുദ്ധ ഇസ്ലാമിന്റെ പരിപൂർണത നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാപിക്കുകയും ചെയ്തു. ആ നിഅമത്തിനെ ഇരയാക്കാൻ സെലക്ട് ചെയ്തത് നമ്മെയാണ്, അഥവാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെയാണ്. അതുകൊണ്ട് നമ്മെക്കുറിച്ച് തന്നെ അള്ളാഹു പറഞ്ഞത് നാം ഖൈറു ഉമ്മത്താണ്, സമൂഹങ്ങളിൽ ഉമ്മമുകളിൽ കഴിഞ്ഞതായ എല്ലാ ഉമ്മമുകളെക്കാളും ശ്രേഷ്ഠതയുള്ള ഉമ്മത്താണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു. എല്ലാ ഉമ്മത്തിനും നാം കഴിഞ്ഞ രാത്രി പറഞ്ഞതുപോലെ ലികുല്ലിൻ ജഅൽനാ മിൻഹും ശിർഅതൻ വമിൻഹാജ, എല്ലാവർക്കും ശരീഅത്ത് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ജീവിക്കാനുള്ളതായ റൂട്ട് ഉണ്ടായിരുന്നു, മനഹജ് ഉണ്ടായിരുന്നു. അതേസമയത്ത് എല്ലാവരുടെയും മതം ഒന്ന് തന്നെയാണ്, എല്ലാവരുടെയും മതം ഇസ്ലാമാണ്, എല്ലാവരുടെയും മതം അത് അവർ മുസ്ലിമുകളാവുക എന്നതും ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുക എന്നതുമാണ്. ആദം മുതൽ ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെയാണ്, ഒരു മതമാണ്. ആ മതമാണ് അല്ലാഹ് അംഗീകരിച്ച മതം. ആരെങ്കിലും ഈ ഇസ്ലാമല്ലാതെ മതമായിട്ട് വല്ലതിനെയും വല്ല തത്വത്തെയും അംഗീകരിക്കുകയാണെങ്കിൽ അവനിൽ നിന്നിട്ട് അത് സ്വീകരിക്കുക തന്നെ ഇല്ല എന്ന് അല്ലാഹു തീർത്തു പറഞ്ഞതാണ് ഖുർആനിലൂടെ. അല്ലാഹു നമ്മെ ഉമ്മത്ത് മുഹമ്മദിനെ ആദരിച്ച ബഹുമാനിച്ച രൂപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ഹക്ക് പ്രകടമാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഹിദായത്തുമായിട്ട് നമ്മളിലേക്ക് നിയോഗിച്ചു. എന്തിനാണ്? എല്ലാ തത്വങ്ങളെയും മികച്ചു നിൽക്കാൻ വേണ്ടി, എല്ലാ ആദർശങ്ങളെയും മികച്ചു നിൽക്കാൻ വേണ്ടി ഈ മതമാണ് മുന്നിട്ട് നിൽക്കേണ്ടത് എന്നത് പഠിപ്പിക്കാൻ വേണ്ടി, എല്ലാവരെയും ഈ ഇസ്ലാമിലേക്ക് നയിക്കാനുള്ളതായ മാധ്യമങ്ങളും അതിനുള്ള പോൺ വഴികളും അതിനുള്ള ചുറ്റുപാടുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്ത് നിന്നിട്ട് ചെയ്തു തന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് അവസാനത്തെ ദൂതരായിട്ട് നിയോഗിക്കുകയും ചെയ്തു എന്നത് രണ്ടാമത്തെ വലിയൊരു നിഅമത്താണ്. ആദ്യമായിട്ട് മൊത്തത്തിലുള്ളതായ നിഅമത്ത് മക്ക ഇമാം വിശദീകരിച്ചു. രണ്ടാമതായിട്ട് ഉമ്മത്ത് മുഹമ്മദിന് പ്രത്യേകമായി നൽകിയതായ നിഅമത്ത് അതെന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ആലമീങ്ങൾക്ക് ആ സകലം റഹ്മത്തായിട്ടാണ് നിങ്ങളെ ഞാൻ നിയോഗിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ നമുക്ക് ദൂതരായിട്ട് നിയോഗിക്കുകയും ചെയ്തു. അപ്രകാരം തന്നെ അല്ലാഹുവിന്റെ വിശാലമായ നിഅമത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കല്യാണം കഴിക്കുക എന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കി. അഥവാ നമുക്കുള്ളതായ ആ വികാരത്തെ കടത്താനുള്ളതായ മാധ്യമങ്ങൾ പലതുമുണ്ടെങ്കിലും അല്ലാഹു സെലക്ട് ചെയ്തതായ ഒരു മാധ്യമമുണ്ട്, ഒരു റൂട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നഫ്സിൽ നിന്നിട്ട് തന്നെ, അഥവാ മനുഷ്യന്മാരിൽ നിന്നിട്ട് തന്നെ സ്ത്രീകളെ അഥവാ ഭാര്യമാരായിട്ട് സെലക്ട് ചെയ്യാനുള്ളതായ ചാൻസ്, അതിനുള്ളതായ ചുറ്റുപാട്, അതിനുള്ളതായ കൽപ്പന, അതിനുള്ളതായ അന്തരീക്ഷം അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. അത് അള്ളാഹു നമുക്ക് ചെയ്തു തന്നതായ നിഅമത്തുകളിൽ വിശാലമായ നിഅമത്തായിട്ട്, വലിയ നിഅമത്തായിട്ട്, ഭീമമായ നിഅമത്തായിട്ട് ഖുർആൻ പറയുന്നതായിട്ട് കാണാം പല സന്ദർഭങ്ങളിൽ, പല ശൈലികളിൽ. അതിൽപ്പെട്ടതാണ് ഞാൻ ഓതിയതായ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്തതിനു വേണ്ടിയാണ് നമ്മുടെ ഇടയിൽ ഉൽഫത്തുണ്ടാവാൻ വേണ്ടി, ഇണക്കമുണ്ടാവാൻ വേണ്ടി, ഇണകളായി മാറാൻ വേണ്ടി എന്ന് മാത്രമല്ല സ്നേഹവും സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാവാൻ വേണ്ടി.
മനുഷ്യ ശൃംഖലയെ ഇവിടെ നിലനിർത്താനും സ്ഥാപിക്കാനും വേണ്ടി. അതെ, എന്നിട്ട് അള്ളാഹു തുടരുന്നു, ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന. നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടികളെ ഉണ്ടാക്കുകയും സന്താനങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പേരമക്കളെ ഉണ്ടാക്കുകയും ചെയ്തു. ഇതെല്ലാം അള്ളാഹു ചെയ്തു തന്നതായ നിഅമത്താണ്. ഇത് പണ്ട് തന്നെ നമ്മുടെ നബിമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാര്യമാരെ നൽകുകയും അഥവാ അവർക്ക് ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നും അവർക്കും സന്താനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഖുർആനിൽ പലയിടങ്ങളും പറയുന്നതായിട്ട് കാണാം. എന്നാൽ അള്ളാഹു ഇത് നമുക്ക് വിശാലമായ അനുഗ്രഹമായിട്ട് എണ്ണി പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നാം അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ മക്ക ഇമാമ് ഒരു മുഖവരയായിട്ടാണ് പറഞ്ഞത്. ഈ പറഞ്ഞ നിഅമത്തുകളൊക്കെ, ഈ നിഅമത്തുകളോടൊപ്പം ഇന്ന് പ്രത്യേകം നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ നിഅമത്ത് അത് മഴയാണ്. ആ മഴയെക്കുറിച്ചാണ് പിന്നെ മക്ക ഇമാമ് വിശദമായി സംസാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി കൽപ്പിച്ചതായ കൽപ്പനകൾ പറഞ്ഞ ശേഷം, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചതായ റബ്ബുൽ ഇസ്സത്തിനെ നിങ്ങൾ ആരാധിക്കണമെന്നും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും അവന് മാത്രം ജീവിക്കണമെന്നും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാൻ വേണ്ടിയുള്ളതായ എല്ലാ രൂപങ്ങളും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്നൊക്കെ ഖുർആൻ കൽപ്പിക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല മിനസ് സമാഇ മാഅ, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചു. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചിട്ട് അല്ലാഹു പിന്നെ പറയുകയാണ്, ആ ആകാശത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെ ഇറക്കി തരികയുണ്ടായി. ആ വെള്ളത്തിലൂടെ ഫഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങൾ ആ വെള്ളത്തിലൂടെ. വെള്ളം മാത്രമല്ല നിങ്ങൾ കുടിക്കുന്നത്, ആ വെള്ളത്തിലൂടെ ഇവിടെ കൃഷികൾ ഉണ്ടാകുന്നു, പല പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നു, ഇവിടെ സമറാത്തുകൾ ഉണ്ടാകുന്നു. അതിലൂടെയെല്ലാം നിങ്ങൾക്ക് ജീവിക്കാനുള്ളതായ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു. ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്നതായ വിശാലമായ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയിലൂടെ ഇവിടെ ഭീമമായ പടുകൂറ്റൻ കപ്പലുകളെല്ലാം നിങ്ങളുടെ സൗകര്യത്തിനു വേണ്ടി, നിങ്ങളുടെ സൗകര്യാർത്ഥം, നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ ചരക്കുകളും നിങ്ങളുടെ സാധനങ്ങളും എല്ലാം ഓരോ നാടുകളിൽ നിന്നിട്ട് മറ്റു നാടുകളിലേക്ക്, ദൂരമുള്ള നാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതായ മാധ്യമങ്ങളാകുന്ന കപ്പലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുണ്ടാക്കി തന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അല്ലാഹുവിനെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. വസഖറ ലക്കുമുൽ അൻഹാർ, ഇവിടെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നദികളെ ഉണ്ടാക്കി തന്നു. അത് എന്തിനു വേണ്ടിയാണ്? ആ നദികളിലൂടെ നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ അറിഞ്ഞുകൊണ്ട് ആ നിഅമത്ത് കൊണ്ട് ഉപയോഗപ്പെടുത്തിയും കൊണ്ട് ആ നിഅമത്തിലൂടെ അല്ലാഹുവിനെ നന്ദി പ്രകടിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നിങ്ങൾ ഈ അരുവികളിലൂടെ നിങ്ങൾ അതിൽ നിന്നിട്ട് വെള്ളം ഉപയോഗിക്കുന്നു, നിങ്ങൾ കുളിക്കുന്നു, നിങ്ങൾ കൃഷികൾക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ പല രൂപത്തിലും അല്ലാഹു ചെയ്തു തരുന്നതായ ആ വിശാലമായ അനുഗ്രഹത്തിൽ നിന്നിട്ട്, ആ വിശാലമായ അൻഹാറുകളിൽ നിന്നിട്ട്, ആ അരുവുകളിൽ നിന്നിട്ട്, ആ നദികളിൽ നിന്നിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അതെല്ലാം അല്ലാഹു ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നതായിട്ട് കാണാം, വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നിട്ട് പവിത്രതയുള്ളതായ വെള്ളത്തെയാണ് അല്ലാഹു ഇറക്കി തന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റിസ്ഖൊക്കെ അല്ലാഹു നമുക്ക് തരുന്നതായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ വെള്ളവും അല്ലാഹു ചെയ്തു തരുന്നതായ ബർക്കത്തുള്ളതായ അനുഗ്രഹമുള്ളതായ ആ അല്ലാഹുവിന്റെ നിഅമത്താണ് വെള്ളം അഥവാ ആകാശത്തിൽ ഇറങ്ങുന്നതായ മത്തർ, മഴ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ബർക്കത്തുള്ളത് എന്ന് വിശേഷിപ്പിച്ചതായിട്ട് കാണാം. അപ്രകാരം തന്നെ വൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ എന്നും പറയുന്നതായിട്ട് കാണാം ഖുർആനിൽ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തഹൂറായ വെള്ളത്തെ ഇറക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അതിലൂടെ നിങ്ങൾ കുളിക്കുവാനും നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുവാനും. ഇതെല്ലാം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ വെള്ളത്തിനെ അല്ലാഹു ആകാശത്തിൽ നിന്നിട്ട് ഇറക്കുന്നതും ഭൂമിയിൽ നിന്നിട്ട് നമുക്ക് കുടിപ്പിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? നാം കുടിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, നാം ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, നാം അതിലൂടെ കുളിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള മാധ്യമമാണ്. അങ്ങനെ മാധ്യമമായിട്ടാണ് ആ വെള്ളത്തെ, ആ നിഅമത്തിനെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിലൂടെ നിങ്ങൾ എന്ത് വേണം? ശുദ്ധിയാക്കേണ്ട സന്ദർഭത്തിൽ ശുദ്ധിയാക്കണം, ഒതു പിടിക്കേണ്ട സമയത്ത് ഒതു പിടിക്കണം. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയുള്ളതായ സൗകര്യങ്ങൾ അതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നു എന്ന് പറയും പോലെ, അപ്രകാരം തന്നെ നിങ്ങൾക്ക് കുളി നിർബന്ധമാകുമ്പോൾ അതിലൂടെ നിങ്ങൾ കുളിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കാൻ വേണ്ടിയുള്ളതായ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ് എന്നാണ് അതിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുന്നത്. ലിയുഹിയ ബിഹി ബൽദതൻ മൈതൻ വനുസ്ഖിയഹു മിമ്മാ ഖലഖന അൻആമൻ വനാസിയ കതീറ, ഇവിടെ മരണപ്പെട്ടു പോയതായ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുന്നു വെള്ളത്തിലൂടെ. അപ്രകാരം തന്നെ അതിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുടിപ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾക്കും വനാസിയ കതീറ, അൻആമുകൾക്കും നിങ്ങളുടെ നാൽക്കാലി മൃഗങ്ങൾക്കും അപ്രകാരം തന്നെ ധാരാളം
ജനങ്ങൾക്കും അത് കുടിക്കാനുള്ള അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാക്കി മാറ്റി തന്നിരിക്കുകയാണ്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി മഴയിലൂടെ ലോകം കാണുന്നതായ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിച്ചതായ സാഹിത്യ ശൈലിയിൽ കൂടി പറഞ്ഞതായ പല വാക്കുകൾ, നീണ്ട വാക്കുകളാണത്. ഞാൻ ഷോർട്ടാക്കി കളയാം. ആ വാക്കുകളെ മക്ക ഇമാം എന്ന് ഉദ്ധരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇതുവരെ സൂചിപ്പിച്ചതുപോലെ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുകയാണ്, അല്ലാഹു സൃഷ്ടിച്ചതായ ഈ സഹാബിനെ, ഈ മേഘത്തിനെ നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് കാണുന്ന സന്ദർഭത്തിൽ നമുക്ക് വളരെ ലളിതമായ രൂപത്തിൽ, വളരെ മിനുസമായ രൂപത്തിൽ, അല്ലെങ്കിൽ മാർദ്ദവമായ രൂപത്തിൽ നാം ഇങ്ങനെ ചലിക്കുന്ന കാണാറുണ്ട്. അത് പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ കൂടി മഴ വർഷിപ്പിക്കാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ അത് കട്ടുകട്ടിയുള്ളതായി, ഇരുളുള്ളതായി മാറുന്നു. അങ്ങനെ ഇരുളുള്ളതും കടുകട്ടിയുള്ളതായി മാറുന്ന സന്ദർഭത്തിൽ അതെന്താണ് വഹിക്കുന്നത്? അത് വളരെ വെയിറ്റുള്ളതായ മഴയെയാണ്, അഥവാ വെള്ളത്തെയാണ് വഹിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കണം. അത്ഭുതത്തിൽ അത്ഭുതമല്ലേ നമ്മുടെ തലയുടെ മീതെ ലോകത്തിലുള്ളതായ എത്രയോ വെയിറ്റുള്ളതായ, കോടാനകോടി കിൻഡലുകൾ വെയിറ്റുള്ളതായ, അല്ലെങ്കിൽ കിലോകൾ വെയിറ്റുള്ളതായ ആ വെള്ളത്തെയാണ് ആകാശത്തിൽ ചുമന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഘങ്ങൾ. പക്ഷെ അല്പം മുമ്പ് അതിൽ മഴയുടെ അടയാളങ്ങൾ വരുന്നതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു എന്നത് നമുക്കറിയാം. വളരെ ലളിതമായ രൂപത്തിൽ കാറ്റുകളൊക്കെ വരുന്ന സമയത്ത് അതിങ്ങനെ ചലിക്കുന്നതായിട്ട് കാണാം. ആ കാറ്റുകളിലൂടെ ചലിക്കും. ഈ മഴ വരുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴകളെ വഹിക്കുന്നതായ അതേ മേഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റുകളിൽ കൂടി ഇങ്ങനെ തെളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തിൽ നിന്നിട്ട് അല്ലാഹ് നിർണയിച്ച സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അതിന് തെളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് എവിടെയാണ് അല്ലാഹ് മഴ വർഷിപ്പിക്കാൻ തീരുമാനിച്ചത് ആ നാട്ടിലേക്ക് കൊണ്ടുപോകും, ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ശൈലിപ്പെട്ടതാണ്, ഒരേ നാട്ടിൽ മഴ വർഷിക്കുമ്പോൾ ചില സ്ഥലത്ത് മഴ ഉണ്ടാകും, മറ്റു സ്ഥലത്ത് ഉണ്ടാകൂല, പിന്നെ സ്ഥലത്ത് ഉണ്ടാകും, പിന്നൊരു സ്ഥലത്ത് ഉണ്ടാകൂല. എന്താണ് അതുകൊണ്ടുള്ളതായ അതിന്റെ പിന്നുള്ളതായ രഹസ്യം? അത് യഥാർത്ഥത്തിൽ അള്ളാഹ് ഉദ്ദേശിക്കുന്ന അത്ര കൃത്യമായിട്ട് ഖുർആൻ പലയിടങ്ങളിൽ പറഞ്ഞതുപോലെ, മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. അള്ളാഹിന്റെ തഖ്ദീർ ഒരിക്കലും വീഴ്ച വന്നു പോകുന്നതല്ല. അള്ളാഹ് എത്ര വെള്ളമാണ് ഇന്ന സ്ഥലത്ത് ഇറങ്ങേണ്ടതെന്ന് തീരുമാനിച്ചു, അത്ര ആ സ്ഥലത്ത് ഇറങ്ങും. അത് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നതല്ല, മറ്റേ സ്ഥലത്തേക്ക് പഴിച്ചു പോകുന്നതല്ല. അത് അതേ സ്ഥലത്ത് ആവാൻ വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വളരെ വിശാലമായ വൈറ്റുള്ളതായ മഴയെ ആ മേഘത്തിൽ സൂക്ഷിച്ചതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ആ മേഘത്തെ ഒന്നിച്ചിട്ടൊരു ഭൂമിയിലേക്ക് ഇറക്കി കളഞ്ഞതല്ല. പിന്നെയോ അത് തുള്ളി തുള്ളിയായിട്ടാണ്, അത് ഏറ്റവും മഴ ശക്തിയുള്ള സമയത്തായിട്ടും ഏറ്റവും മഴ ഇല്ലാത്ത ചെറിയ രൂപത്തിൽ മഴ വർഷിക്കുന്ന സമയത്തും അതെല്ലാം തുള്ളി തുള്ളിയായിട്ടാണ് ഇറങ്ങാറുള്ളത്. അതെല്ലാം അള്ളാഹുവിന്റെ വിശാലമായ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ആ അള്ളാഹുവിന്റെ ആ പ്രക്രിയയെ നാം കണ്ടിട്ട് അതിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ നിഅമത്തിനെ, അള്ളാഹുവിന്റെ ഖുവ്വത്തിനെ, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിനെ മനസ്സിലാക്കാനും അതിലൂടെ അള്ളാഹു നമുക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നതായ അനുഗ്രഹത്തെ മനസ്സിലാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പ്രകടിപ്പിക്കുവാനും വേണ്ടി നാം പരിശ്രമിക്കണം എന്ന് മക്ക ഇമാം ഇവിടെ വിശദീകരിച്ചപ്പോൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നതായ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ ആയത്തിന്റെ സമാപനത്തിൽ അല്ലാഹു പറയുകയാണ്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾക്ക് ഈ നിഅമത്തെല്ലാം ഞാൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്തെല്ലാം ചോദിക്കുന്നു അതിനെല്ലാം ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. ഇവിടെ കാണുന്ന സർവ്വ അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിൽ നിന്നിട്ട് മാത്രമുള്ളതാണ്. ആരും അതിൽ പങ്കാളികളില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളും അല്ലാഹു തന്നെയാണ്, അത് ഇറക്കിയ ആളും അല്ലാഹു തന്നെയാണ്, അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന ആളും അല്ലാഹു തന്നെയാണ്. അല്ലാഹു പറയുന്നു, വആതാകും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കുന്നതല്ല. അറ്റമില്ലാത്ത, അതിർത്തിയില്ലാത്ത, എണ്ണി തീർക്കാൻ പറ്റാത്തതായ അനുഗ്രഹങ്ങളാണ് അല്ലാഹു നിങ്ങളിലേക്ക് വർഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇവിടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ വിശാലമായ അനുഗ്രഹത്തിന്റെ മുമ്പിൽ ശിക്ഷികളാകുന്ന നാം എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നൊക്കെ നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ, ഈ മദീനത്ത് അന്ത്യവിഷമം കൊള്ളുന്നവരായ, നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ പദങ്ങളുണ്ട്. ആ പദങ്ങൾ പറഞ്ഞ് നാം പരിശീലിക്കേണ്ടതാണ്. മഴ ഇറങ്ങുന്ന സന്ദർഭത്തിൽ 6 മാസം തുടർച്ചയായിട്ട് മഴ ഇറങ്ങുന്നവരായ എന്റെ ഭാഷക്കാരായ മലയാളികളും കേരളക്കാരൊക്കെ ചിലപ്പോൾ അത് പരിചയമില്ലായിരിക്കും. എന്തുകൊണ്ട്? സാധാരണ മഴ ഇറങ്ങിയല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അല്ല. അത്
സാധാരണ ഇറങ്ങട്ടെ അസാധാരണ ഇറങ്ങട്ടെ, എങ്ങനെയായിരുന്നാലും മഴ വർഷിക്കുമ്പോഴെല്ലാം റസൂലുള്ള പറഞ്ഞതായ പദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കൽ സുന്നത്താണ്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അപ്പോൾ മഴ വർഷിക്കുന്ന കണ്ടാൽ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ഇത് നമുക്ക് ഫലപ്രദമായ മഴയാക്കി മാറ്റണം റബ്ബേ എന്നതായ തേട്ടം, എന്നതായ പ്രാർത്ഥന നമ്മളിൽ നിന്നിട്ട് ഉടലെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ്. അതുപോലെ തന്നെ മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലൂടെ അല്ലാഹുവിന്റെ ഫദ്ലിലൂടെ ആണ് ഈ മഴ ഇറങ്ങിയത് എന്നല്ലാതെ ഇന്ന് നക്ഷത്രം കാരണത്താൽ ആണ് എന്നൊരു വിശ്വാസം പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന് നേരെ വിപരീതമായിട്ടാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ വഹി അറിയിച്ചുകൊണ്ട് നാം അല്ലാഹുവിലുള്ള വിശ്വാസം കെട്ടുറപ്പ് ഉള്ളതാക്കി മാറ്റുവാനും അല്ലാഹുവിൽ നിന്നിട്ടുള്ളതാണ് ഈ നിഅമത്തുകളൊക്കെ എന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് മഴ വർഷിക്കുന്ന സമയത്ത് മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, ഞങ്ങൾക്ക് മഴ വന്നത് അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുമാണ് എന്ന് പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ മഴ വർഷിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വസ്ത്രം ദൂരപ്പെടുത്തുകയും അവരുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ അതുപോലെ തല പോലത്തെ സ്ഥലങ്ങളൊക്കെ മഴയ്ക്ക് തുറന്നു വെക്കുകയും എന്തിനു വേണ്ടിയാണ്? അള്ളാഹുമായുള്ളതായ അടുത്ത ബന്ധമുള്ള വെള്ളമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ആ മഴ കൊള്ളാറുണ്ടായിരുന്നു നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശാലമായ അനുഗ്രഹം അഥവാ മഴയാകുന്ന അനുഗ്രഹം വർദ്ധിച്ച് അത് പ്രയാസമുള്ളതായി കഴിഞ്ഞാൽ ഒന്ന് വെയിൽ കണ്ടാൽ തിരക്കേടില്ല, ഒന്ന് വെയിലുദിച്ചാൽ തിരക്കേടില്ല എന്ന് സഹാബാക്കൾക്ക് തോന്നിക്കഴിഞ്ഞാൽ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽളിറാബ് വബുതൂനിൽ ഔദിയത്തി വമനാബിത്തി ഷജർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മഴ വർദ്ധിച്ചു കഴിഞ്ഞാൽ, മഴ വർദ്ധിച്ചിട്ട് അതിലൂടെ ദ്രോഹമുള്ള രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാൽക്കാലി മൃഗങ്ങളൊക്കെ പ്രയാസപ്പെട്ടു എന്നൊക്കെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതുന്ന സമയത്ത് സഹാബാക്കൾ നട്ട് ചിലർ വന്നിട്ട് പറഞ്ഞ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി പ്രാർത്ഥന പ്രാർത്ഥിച്ചത്: അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങളുടെ പരിസരത്തിലാവട്ടെ, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്ക് ആവശ്യം തീർന്നു, ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല, മറിച്ച് ഇനി മഴയെ നീ പർവ്വതങ്ങളിലേക്കും വിശാലമായ പരന്നു കിടക്കുന്ന പർവ്വതത്തിനെ കുറിച്ചാണ് പറയുക ദിറാബി എന്ന്. അപ്പോൾ വിശാലമായ പരന്നു കിടക്കുന്ന പർവ്വതത്തിലും അതുപോലെ തന്നെ താഴ്വരകളിലും ആക്കി മാറ്റണം റബ്ബേ, അതുപോലെ തന്നെ കൃഷി സ്ഥലമുള്ളതായ സ്ഥലങ്ങളിലും ആക്കി മാറ്റണേ റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മക്ക ഇമാമ് ആ റസൂലുള്ളാഹിയുടെ പ്രവചനത്തെക്കുറിച്ച് പ്രസംഗത്തിന്റെ സമാപനത്തിൽ പറയുകയുണ്ടായി. എന്നാൽ മദീനത്ത് ഇന്ന് നടന്നതായ ഖുതുബ അത് ഹുസ്നുൽ ജിവാറിനെ കുറിച്ചാണ്. ഹുസ്നുൽ ജിവാർ എന്ന വിഷയമാണ് ഇന്ന് മദീന ഇമാമ് സംസാരിച്ചതായ വിഷയം. അത് വളരെ മുഖ്യമായ ഒരു വിഷയം കൂടിയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പലരും ശ്രദ്ധിക്കാത്ത, അശ്രദ്ധ കാട്ടാറുള്ളതായ വിഷയമാണ്. അതെന്താണ്? അയൽവാസികളുടെ ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അള്ളാഹു ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞതായ വിഷയമാണ്, ചർച്ച ചെയ്യുന്നതായ വിഷയമാണ് അയൽവാസികളുടെ അവകാശം. അതുപോലെ നമ്മുടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തിയായ ഭാഷയിലും ശൈലിയിലും അയൽവാസികളുടെ അവകാശത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. അള്ളാഹു പറയുന്നു: അബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ബാധ്യത നിർവഹിക്കണം, അവർക്ക് നന്മ ചെയ്യണം, അവർക്ക് ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം ഒബിദിൽ ഖുർബ, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് ചെയ്യേണ്ടതായ അവകാശങ്ങൾ ചെയ്യണം, വൽ യതാമ, നിങ്ങളിൽ നിന്നുള്ളതായ അനാഥ കുട്ടികൾക്ക് ചെയ്യേണ്ടതായ അവകാശങ്ങൾ നൽകണം, വൽ മസാകീൻ, അതുപോലെ തന്നെ അവശരായ ജനങ്ങൾക്കും നൽകേണ്ടതായ അവകാശങ്ങൾ നൽകണം. ഇതൊക്കെ പറയുന്ന ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊന്നി പറയുന്നു: വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി എന്ന്. അഥവാ നിങ്ങളുടെ അടുത്ത അയൽവാസികൾ, അതുപോലെ തന്നെ വിട്ടു ദൂരം നിൽക്കുന്ന അയൽവാസികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ട് താമസിക്കുന്ന, നിങ്ങളുടെ തൊട്ട് പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ കൂടെയുള്ളതായ നിങ്ങളുടെ ചങ്ങാതിമാര്, അങ്ങനെയുള്ളവരെല്ലാം ഏറ്റവും കൂടി ലസീഖായി ആര് വരുന്നുവോ അവരോടുള്ളതായ ബാധ്യതകൾ ശക്തിയായി മാറുന്നു. അങ്ങനെ ശക്തിയായി മാറുമ്പോൾ അവരോടുള്ള പെരുമാറ്റത്തിൽ, അവരോടുള്ള സമീപനത്തിൽ, അവരോടുള്ളതായ ഇടപാടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നത് കരുതി മനസ്സിലാക്കിയിട്ടായിരിക്കണം അവരോട് പെരുമാറേണ്ടത് എന്നത് മദീന ഇമാമ് ഇന്ന് വിശദമായി സംസാരിച്ചതായ ഒന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ വലന്തു അന്നഹു സയുവരിസു. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരവസരത്തിൽ അയൽവാസികളുടെ അവകാശം എന്നോട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് തോന്നിപ്പോയി
ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ അവർ കൊണ്ടുവന്ന വഹിയിൽ അനന്തരാവകാശം വരെ അയൽവാസികൾക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പോകുമോ എന്ന് തോന്നുന്ന രൂപത്തിൽ വരെ അത്രയും ശക്തിയായ ശൈലിയിൽ സംസാരിക്കുകയുണ്ടായി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനത്തെ ഇന്ന് മദീന ഇമാം വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഹ്സിൻ ജാറ, അവൻ അവന്റെ അയൽവാസികൾക്ക് നന്മ ചെയ്യട്ടെ എന്ന് അല്ലാഹു റസൂലിന്റെ കൽപ്പന. കണ്ടില്ലേ, നിബന്ധനയാണ്. ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തനം പ്രവർത്തിക്കണം, അഥവാ അയൽവാസികൾക്ക് ഇഹ്സാൻ ചെയ്യണം. അയൽവാസികൾക്ക് ഇഹ്സാൻ ചെയ്തില്ലെങ്കിൽ എന്തല്ല, അള്ളാഹുലും പരലോകത്തിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച ആളല്ല എന്ന് പറയും പോലെ. അതെ, അതുപോലെ തന്നെ അവരോടുള്ളതായ പെരുമാറ്റത്തിൽ അവരെ ദ്രോഹിക്കരുത്, അവരെ മർദ്ദിക്കരുത്, അവരെ വഞ്ചിക്കരുത്, അവരെ ചതിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് മാത്രമല്ല, അവർക്ക് ഭക്ഷണമില്ലെങ്കിൽ നമ്മുടെ കൂടെ ഭക്ഷണം ഉണ്ടെങ്കിൽ അവരെ പങ്കാളികളാക്കണം നമ്മുടെ ഭക്ഷണത്തിൽ. അവരെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, അവരെ കാണുമ്പോഴെല്ലാം സലാം പറയണം, അവർ നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ക്ഷണത്തിന് മറുപടി നൽകണം എന്ന് മാത്രമല്ല, നാം നമ്മുടെ മക്കൾക്ക് ശിക്ഷണം നൽകണം. നല്ല രൂപത്തിൽ അയൽവാസികളോട് പെരുമാറുന്നവരായി മാറാൻ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ശിക്ഷണം നൽകണം. ആ അയൽവാസികളുടെ കുട്ടികൾ നല്ല രൂപത്തിൽ അവരോട് നമ്മുടെ മക്കൾ പെരുമാറാൻ വേണ്ടി അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മക്കളെ നല്ല ശിക്ഷണം നൽകുകയാണെങ്കിൽ എല്ലാവരുടെയും അയൽവാസികൾ നല്ലവരായി മാറുന്നതും എല്ലാവരും അങ്ങും ഇങ്ങും പേടിക്കാതിരിക്കുന്നതും ഭയപ്പെടാതിരിക്കുന്നതും ആയിരിക്കും. അതേസമയത്ത് അയൽവാസികള് അവരുടെ കുട്ടികള് നല്ലവരല്ലെങ്കിൽ നമുക്ക് പ്രയാസമായി തോറും. അതുകൊണ്ട് തന്നെ അൽജാറു ഖബലദ്ദാർ എന്നാണ് ഇവിടുത്തെ അറബി ഭാഷയിൽ അറബി പഴമൊഴി പറയാറുള്ളത്. അയൽവാസികളെയാണ് വീടിനേക്കാളും മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. ഒരു വീട് വാടകയ്ക്ക് വാങ്ങാനോ അല്ലെങ്കിൽ വീട് വിലക്ക് വാങ്ങാനോ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വീടിന്റെ പരിസരത്തിൽ ജീവിക്കുന്നവർ ആരാണ് എന്ന് ആദ്യം പഠിക്കണം. ഇത് പഠിച്ചതിന് ശേഷമാണ് ആ സ്ഥലത്ത് പിന്നെ വീട് വാങ്ങേണ്ടത് അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുക്കേണ്ടത് എന്ന് അറബികൾ സാധാരണ പറയാറുണ്ട്. അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹനെ തന്നെയാണ് സത്യം, ഒരു മനുഷ്യൻ മൂമിനാകുന്നതേ അല്ല, ഒരു മനുഷ്യൻ സത്യവിശ്വാസിയാകുന്നതേ അല്ല, ഒരു മനുഷ്യൻ സത്യവിശ്വാസിയാകുന്നതേ അല്ല, ആരാണ് റസൂലേ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ലാ യഅമുനു ജാറുഹു ബവായിഖ, ആരാണ് ഈ സത്യവിശ്വാസിയാവൂല എന്ന് റസൂലുള്ളാഹി 3 പ്രാവശ്യം മടക്കി പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഒരു മനുഷ്യൻ അവന്റെ അയൽവാസികളുടെ ശർറിനെ തൊട്ട് രക്ഷപ്പെടാത്തവൻ. ഏത് മനുഷ്യൻ? അവന്റെ അയൽവാസികൾ അവന്റെ ശർറിനെ തൊട്ട്, അവന്റെ ദ്രോഹത്തെ തൊട്ട്, അവന്റെ മർദ്ദനത്തെ തൊട്ട്, അവന്റെ വടക്ക് സ്വഭാവത്തെ തൊട്ട് രക്ഷപ്പെടാത്തതായ അങ്ങനെയുള്ള അയൽവാസി സത്യവിശ്വാസിയാകുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറയുകയുണ്ടായി ഈ നിങ്ങൾ കേട്ടതായ ഹദീസിൽ. ഇത് മുത്തഫഖൻ അലൈഹിയാണ്. മദീന ഇമാം ഓതിയതായ ഹദീസുകളെല്ലാം സഹിഹ ഹദീസുകളാണ്. ഞാൻ മുമ്പ് അതിന്റെ അർത്ഥം വെച്ചതാവട്ടെ അല്ലെങ്കിൽ വെക്കാൻ പോകുന്നതാവട്ടെ, ഏതായാലും ഈ ജീറാന്റെ കാര്യം ശ്രദ്ധിക്കുക എന്നത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ജീറാൻ എന്ന് പറയുമ്പോൾ ജീറാന് അവന്റെ വീട്ടിന്റെ തൊട്ടുള്ള അയൽവാസികൾ മാത്രമല്ല, അവന്റെ ഏരിയയിലുള്ളതായ അയൽവാസികളൊക്കെ നമ്മുടെ അയൽവാസികളാണ്, മദീനയിലുള്ളവരൊക്കെ നമ്മുടെ അയൽവാസികളാണ് എന്ന ശൈലി വരേക്കും ഇന്ന് മദീന ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മീതെ പറഞ്ഞായിട്ട് കാണാം. അപ്പോൾ അയൽവാസികളുമായുള്ളതായ സഹവാസം, അയൽവാസികളുമായുള്ളതായ ബന്ധം, അവരുടെ അവകാശം നിറവേറ്റാനുള്ളതായ ചുറ്റുപാട്, അതിനുള്ള അന്തരീക്ഷം ഇല്ലാതെയായി പോയതായ യുഗമാണ് ഈ തമദ്ദുനി എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതായ ഈ പട്ടണവാസികളാവുക. ഈ ജനങ്ങൾ പട്ടണവാസികളാവുമ്പോൾ കെട്ടിടങ്ങളിൽ കൂടി ഫ്ളാറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ചുറ്റുപാടുകളുണ്ടായി മാറിയപ്പോൾ പലരെയും പരിചയമില്ലാതെയായി മാറുന്നതായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഒരു ദയനീയ അന്തരീക്ഷത്തിലേക്ക് എത്തിയതായ കാലഘട്ടമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ അന്തരീക്ഷം മാറ്റാൻ പെട്ടെന്ന് സാധിക്കുകയില്ല. അതേസമയത്ത് നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സമീപനത്തിൽ, നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നതുകൊണ്ട് മദീന ഇമാം ആ വിഷയത്തെക്കുറിച്ച് ഊന്നിപ്പറയുകയുണ്ടായി. സലഫ് സാലിഹ്കളുടെ കാലഘട്ടത്തിലൊക്കെ ഒരു വ്യക്തിയുടെ വീടിന് വില കൂടുതലും വില കൂടാതിരിക്കലും ആ വീട്ടിന്റെ പരിസരത്തിൽ താമസിക്കുന്ന അയൽവാസികൾ നോക്കിയിട്ടാണ് എന്ന് പല ഉദാഹരണത്തിലൂടെ ഇന്ന് മദീന ഇമാം വിശദീകരിക്കുകയുണ്ടായി. സഈദ് ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്നതായ ഒരു വ്യക്തിയുടെ വീട് വാങ്ങാൻ വേണ്ടി വന്നതായ വ്യക്തിയോട് വില ചോദിച്ചപ്പോൾ ഇതിന് വില 50,000 പക്ഷേ 50,000 കൂട്ടിത്തരേണ്ടി വരും. എന്തുകൊണ്ട്? ഈ വീട്ടിന്റെ പരിസരത്തിൽ സഈദ് ബിൻ ആസ് താമസിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ സഈദ് ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹവാസം ആവശ്യമുള്ളവർക്ക് 50,000 കൂട്ടിത്തരണമെന്ന് പറഞ്ഞ വാർത്ത സഈദ് ബിൻ ആസിന്റെ കാതിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം
അയൽവാസിയോട് നിങ്ങൾ പോകണ്ട, നിങ്ങൾ അവിടെ കൂടിക്കോളി, നിങ്ങൾക്ക് വേണ്ട സംഖ്യ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ തന്നെ നിർത്തുകയും ചെയ്തതായ സംഭവം മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അങ്ങനെ നമ്മുടെ അയൽവാസികൾ നന്നാവുക എന്നത് നമ്മുടെ ഭൂമിയുടെ വില വർദ്ധിക്കാൻ വരെ എന്ന് മാത്രമല്ല വീടിന്റെ വില വർദ്ധിക്കാൻ വരെ കാരണമായി തീരാറുണ്ടായിരുന്നു എന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ സാധാരണ പറയാറുള്ളതായ ഭാഗമാണ്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിൽ ജീവിച്ചതായ നമ്മുടെ നേതാക്കളായ സഹാബാക്കൾ ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വളരെ അകലെ ബനി ഖുറൈള ഗോത്രക്കാർ താമസിക്കുന്ന ജൂതന്മാർ താമസിക്കുന്നതായ ആപേക്ഷികമായിട്ട് മസ്ജിദുൻ നബവിയിൽ നിന്നിട്ട് 5, 10, 16 കിലോമീറ്റർ ഒക്കെ അകലെയുള്ളതായ സ്ഥലത്തൊക്കെ ആയിരുന്നു ജൂതന്മാർ പണ്ട് താമസിച്ചിരുന്നത്. ആ 5, 10 കിലോ അകലെയുള്ളതായ സ്ഥലത്ത് താമസിച്ചിരുന്ന വിഭാഗം അവര് ഷാമിലേക്കോ യമനിലേക്കോ ബിസിനസിന് വേണ്ടി ജൂതന്മാർ പോവുകയാണെങ്കിൽ അവരുടെ ഭാര്യമാരെ ജൂതന്മാരുടെ ഇടയിൽ നിർത്താറില്ല, അവര് മുസ്ലിങ്ങളുടെ ഇടയിൽ താമസിച്ച് പോകാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്നു. എന്തുകൊണ്ട്? അയൽവാസികൾ സുരക്ഷിതത്വം നേടാൻ നല്ലവരായി മാറുകയാണെങ്കിൽ സാധിക്കുമെന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നല്ല അയൽവാസികളാണെങ്കിൽ ആ അയൽവാസികളുടെ പരിസരത്ത് ജീവിക്കൽ സുരക്ഷിതത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് മദീന ഇമാം ഇന്ന് ഓതിയതായ ഹദീസിൽ കാണാം. ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആ പാപത്തെ കുറിച്ച് റസൂലുള്ളാഹി എണ്ണിയപ്പോൾ അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവർ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുകയും അള്ളാഹുവിനെ വിലവെക്കാതിരിക്കുകയും ചെയ്യുക എന്ന ആ മഹാശിർക്ക്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന മഹാപാപം, ആ പാപത്തെ റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം പിന്നെ പല തെറ്റുകളെ എണ്ണിയ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഏറ്റവും വലിയ തെറ്റുകളിൽ പെട്ടതാണ് എന്ത്? ഒരു മനുഷ്യൻ അവന്റെ അയൽവാസിനികളായ സ്ത്രീകളെ വ്യഭിചരിക്കുക എന്നത് മഹാപാപമാണ്, മഹാവന്തോഷത്തിൽ വന്തോഷമാണ്. വ്യഭിചാരം വന്തോഷം തന്നെയാണ്. അതേസമയത്ത് ഈ രൂപത്തിലാകുമ്പോൾ ഏറ്റവും ചാൻസും ഏറ്റവും ചുറ്റുപാടും ഏറ്റവും അന്തരീക്ഷവും ലഭിക്കുന്നതായ ഒന്നാകുമ്പോൾ അവിടെ സംരക്ഷണം കൂടുതൽ നൽകേണ്ടതായ, കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. അയൽവാസി സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ നോക്കാതിരിക്കുക, അവരെ ശ്രദ്ധിക്കാതിരിക്കുക, അവരെ ദ്രോഹിക്കാതിരിക്കുക എന്നീ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ കവികളൊക്കെ പാടാറുണ്ട്. പ്രത്യേകിച്ച് അബുൽ അസ്വദ് ദുഅലി റഹ്മത്തുള്ളാഹി അലൈഹി, അലി ഇബ്നു അബി താലിബിന്റെ തിൽമീസാണ് അദ്ദേഹം. ഇൽമുൻ നഹ്വിന്റെ ഉസ്താദാണ്. ലോക മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള, പണ്ഡിതന്മാർക്ക് വിദ്യാർത്ഥികൾക്ക് പരിചയമുള്ള നേതാവാണ് അദ്ദേഹം. അബുൽ അസ്വദ് ദുഅലി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ പരിസരത്തിൽ താമസിക്കുന്നവരൊക്കെ അദ്ദേഹത്തിനെ ദ്രോഹിക്കുന്നവരായിരുന്നു, അദ്ദേഹത്തിന്റെ അയൽവാസികൾ ദ്രോഹിക്കുന്നവരായിരുന്നു. അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ വീടിന് കിട്ടിയ വിലക്ക് അങ്ങോട്ട് വിറ്റ് കളഞ്ഞു, വളരെ ചുരുങ്ങിയ വിലക്ക് വിറ്റ് കളഞ്ഞു. അങ്ങനെ ജനങ്ങളെല്ലാം ആശിപ്പിക്കാൻ തുടങ്ങി, ഇത്രയും ചുരുങ്ങിയ വിലക്ക് ഇത്ര നല്ല വീട് നിങ്ങൾ വിൽക്കാനോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചെറിയതായ പദ്യമാണ്, എലൂമൂനനി അംബിഅതു ബിർറുസ്സി മൻസിലി വലം യഅരിഫു ജാറൻ ഹുനാക യുനദിസു ഫഖുൽതു ലഹും കുഫുൽ മലാമ ഫഇന്നഹാ ബിജീറാനിഹാ തഗുലു ദിയാറു വതർഖുസു. ജനങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണ്, ഞാൻ എന്റെ വീട് എന്തിനാണ് വളരെ കുറഞ്ഞ വിലക്ക് വിറ്റത് എന്നത് കാരണത്താൽ. അവർക്ക് വിവരമില്ല എന്റെ പരിസരക്കാരാണ് അതിന് കാരണമെന്നത്. എന്തുകൊണ്ട്? ജനങ്ങളുടെ വീടിന്റെ വില വർദ്ധിക്കലും വർദ്ധിക്കാതിരിക്കലും കുറയലും അത് എന്തിൽ കൂടിയാണ്? അയൽവാസികളിലൂടെയാണ് എന്ന വാർത്ത ജനങ്ങൾക്ക് അറിഞ്ഞില്ല. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ആക്ഷേപം എന്നെ ആക്ഷേപിക്കുകയില്ലായിരുന്നേനെ എന്ന് മഹാനായ അബുൽ അസ്വദ് ദുഅലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ പദ്യവും ഇന്ന് മദീന ഇമാം ചൊല്ലിയതായ ഭാഗമാണ്. അതെ, ഒരു മനുഷ്യൻ ചോദിക്കുകയുണ്ടായി, ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, സഹാബാക്കൾ നിന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം, റളിയല്ലാഹു തആല അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എങ്ങനെയാണ് ജനങ്ങൾ ഞാൻ ഒരു മുഹ്സിനായ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക, ഞാൻ ജനങ്ങൾ നന്മ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കുക, ജനങ്ങളുടെ ഇടയിൽ കൊള്ളുന്ന ആളായി മാറാനുള്ളതായ മാധ്യമങ്ങൾ എന്താണ്, നല്ലവരായി ജീവിക്കാനുള്ള മാധ്യമങ്ങൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങളുടെ അയൽവാസി നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ നല്ല മനുഷ്യരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല മനുഷ്യരാണ്. കാരണം അയൽവാസി എന്നും നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, എന്നും നിങ്ങളുടെ ചലനങ്ങൾ വീക്ഷിക്കുന്ന ആളാണ്, എന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് നന്മ ചെയ്യുന്നുണ്ടോ, അദ്ദേഹത്തിനുള്ളതായ അയൽവാസി ചെയ്യേണ്ട അവകാശം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ, ഇതൊക്കെ അറിയുന്ന ആളാണ് അയൽവാസി. അതുകൊണ്ട് അയൽവാസി നിന്നോട് അന്ത മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നീയാണ് മുഹ്സിൻ, അന്ത മുസി എന്ന് പറഞ്ഞാൽ നീ ആണ് മുസി. മുസി എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുന്ന ആള്, മർദ്ദിക്കുന്ന ആള്. അപ്പോൾ ദ്രോഹിക്കുന്ന ആളോ അല്ലെങ്കിൽ മുഹ്സിനാണോ എന്ന് ഒരു വ്യക്തിയെ കുറിച്ച് തീരുമാനിക്കൽ അയൽവാസികൾ അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറയാറുണ്ട് എന്നതിനെ കുറിച്ച് പരിശോധിച്ചിട്ടാണ്. നമുക്കറിയാമല്ലോ, നാം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു വരനെ ഭർത്താവായി സ്വീകരിക്കാനോ നമ്മുടെ കുട്ടികൾക്ക് നാം പോവുകയാണെങ്കിൽ ആ കുട്ടികളെ കുറിച്ച്, ആ പെൺകുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ആ ആൺകുട്ടിയെ കുറിച്ച് ആരോടാണ് ചോദിക്കാറുള്ളത്? അയൽവാസികളോടാണ്.
അവർ താമസിക്കുന്ന വീട്ടിന്റെ പരിസരത്തിൽ ജീവിക്കുന്നവരാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അയൽവാസികൾ പരസ്പരം അങ്ങുമിങ്ങും നല്ലവരായി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് അഹ്സൻത എന്ന് പറയേണ്ടവരോട് മാത്രമേ അഹ്സൻത എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ അസഅത എന്ന് പറയുന്നവരോട് മാത്രമേ അസഅത എന്ന് പറയുള്ളൂ എന്ന അർത്ഥത്തിലേക്ക്. അതുകൊണ്ട് മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലാ യുദി ജാറ, അവന്റെ ജാറിനെ അയൽവാസികളെ അവൻ ദ്രോഹിക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഹദീസിനെ മദീന ഇമാമ് വീണ്ടും മടക്കി പറയുകയുണ്ടായി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ കുറിച്ച് ധാരാളം നമസ്കരിക്കുന്നവരാണവർ, ധാരാളം നോമ്പ് പിടിക്കുന്നവരാണവർ എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പക്ഷേ അവര് അയൽവാസികളെ ദ്രോഹിക്കുന്ന ആളാണ് കൂടി എന്ന് പറഞ്ഞപ്പോൾ അവര് നരകത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ നമസ്കാരം കൊണ്ടും ആ നോമ്പ് കൊണ്ടും അവർക്ക് ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റിയില്ല, നരകത്തിലേക്ക് പോകേണ്ടി വന്നു. എന്തുകൊണ്ട്? അയൽവാസികളെ ദ്രോഹിച്ചത് കാരണത്താൽ. ആ ശിക്ഷ അനുഭവിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തും എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ കുറിച്ച് നേരെ മറിച്ചും പറയുകയുണ്ടായി, ഇവര് വളരെ നോമ്പും നമസ്കാരമൊക്കെ കുറഞ്ഞ സ്ത്രീയാണ് എന്ന് പറയുകയുണ്ടായി. അതേസമയത്ത് അയൽവാസികൾക്ക് നന്നായിട്ട് പരോപകാരം ചെയ്യുന്നതായ ഒരു സഹോദരിയാണ് എന്ന് ഒരു സഹോദരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമസ്കാരവും നോമ്പൊക്കെ കുറഞ്ഞാലും വിരോധമില്ല, അവർ സ്വർഗത്തിലാണ് എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത്. പണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ജാറിനെ കണ്ടാൽ അവർ കണ്ണടക്കുമെന്നതായ പദ്യത്തെ ഇന്ന് മദീന ഇമാം വായിക്കുകയുണ്ടായി. വഗുദ്ദു ത്വർഫ ഇൻ ബദത് ലി ജാറതി ഹത്താ യുവാരി ജാറതി മഅവാഹ, ഞാൻ എന്റെ കണ്ണടക്കും, എന്റെ അയൽവാസി സ്ത്രീ എന്റെ മുമ്പിൽ കൂടി വിട്ടുകടന്നാൽ അവർ ഏതുവരെ അവരുടെ മഅവയിലേക്ക്, അവരുടെ വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നവരേക്കും കണ്ണടക്കുമെന്ന് പറഞ്ഞതായ ഭാഗവും ഇന്ന് മദീന ഇമാം ഓതുകയുണ്ടായി. അതുകൊണ്ട് നാം നമ്മുടെ അയൽവാസികൾക്കുള്ള അവകാശം അറിഞ്ഞു പഠിച്ച് മനസ്സിലാക്കി അവർക്ക് ചെയ്യേണ്ടതായ എല്ലാ ഒത്താശകൾ ചെയ്ത് അവർക്ക് നാം മാതൃകയുള്ളവരായി മാറുക. നാം എന്നും 5 വക്ത് നിസ്കാരത്തിന് ഉണരുന്നവരാണെങ്കിൽ, നാം മറ്റുള്ളവർ പള്ളിയിലേക്കെല്ലാം പോകുന്ന കാണുമ്പോൾ അയൽവാസികൾ ഇവർ നല്ല നിസ്കാരക്കാരാണ്, നമുക്കും അതുപോലെ പള്ളിയിലേക്ക് പോകാം, അപ്പോൾ അവരെ പള്ളിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കാൻ നമുക്ക് സംസാരത്തിലൂടെ സാധിക്കുന്നതിന് മുമ്പ് പ്രവർത്തനത്തിലൂടെ തന്നെ സാധിക്കും. അങ്ങനെ എല്ലാ രൂപത്തിലും നാം അവർക്ക് മാതൃകയുള്ളവരായി മാറുവാനും അവരെ ദ്രോഹിക്കാതിരിക്കുവാനും അവരെ പ്രയാസപ്പെടുത്താതിരിക്കുവാനും, നമ്മുടെ കുട്ടികളിലൂടെ അവരെ പ്രയാസപ്പെടുത്തരുത്, നമ്മുടെ പ്രാവുകളിലൂടെ പ്രയാസപ്പെടുത്തരുത് എന്നിവരേക്കും മദീന ഇമാം പറഞ്ഞു. നമ്മുടെ പ്രാവ് അവരുടെ മച്ചിന്റെ മീതെ പോയിട്ട് അവരെ ദ്രോഹിക്കുന്ന രൂപത്തിലാക്കി മാറി പോകരുത്. അതുപോലെ തന്നെ പന്തുകളിലൂടെ, നമ്മുടെ കുട്ടികൾ കളിക്കുന്ന പന്തുകളിലൂടെ അവരെ ദ്രോഹിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളതായ മാധ്യമങ്ങൾ, മറ്റു വിനോദങ്ങൾക്ക് ഉപയോഗിക്കുന്നതായ ടെലിവിഷൻ പോലത്തതായ മാധ്യമങ്ങളിലൂടെ നമ്മുടെ അയൽവാസികളെ ദ്രോഹിക്കരുത്. എത്രത്തോളം ഖുർആൻ വരെ ഉറങ്ങുന്ന സമയത്ത് അയൽവാസികൾക്ക് ദ്രോഹം വരുമെന്ന് കണ്ടാൽ ഉച്ചത്തിൽ നാം ഖുർആൻ റേഡിയോയിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ കൂടിയോ കേൾക്കരുത്. നാം കേട്ടാൽ മതി, മറ്റുള്ളവരെ അതിലൂടെ ദ്രോഹിക്കാൻ പാടില്ല. അവർ ഉറങ്ങുന്ന സമയമാണെങ്കിൽ അങ്ങനെ അയൽവാസികൾക്ക് ഏതെല്ലാം രൂപത്തിൽ അവർക്ക് വേണ്ടതായ ഒത്താശകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, അവരെ ഇടങ്ങേറാക്കാതിരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടി നാം പാടുപെടണം, നാം പരിശ്രമിക്കണമെന്ന് മദീന ഇമാമ് ഇന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഊന്നിപ്പറയുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മക്ക ഇമാമ് പറഞ്ഞതായ ആ വിശാലമായ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്ന കാര്യവും, മദീന ഇമാം പറഞ്ഞതായ അയൽവാസികൾക്ക് നൽകേണ്ടതായ അവകാശം നൽകുക എന്ന കാര്യവും ശരിക്ക് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അപ്രകാരം നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ, അവരുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുത്തട്ടെ, അവരിൽ നിന്നുള്ള രോഗങ്ങൾ അല്ലാഹു സുഖപ്പെടുത്തുമാറാവട്ടെ. അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളെ ഇണകൾ നൽകട്ടെ, നമ്മിൽ നിന്നിട്ട് സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സന്താനങ്ങളെ സാലിഹ്യങ്ങളാക്കി മാറ്റട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.